ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വയലിൻ ആർട്ടിസ്റ്റായ ഗംഗാ ശശിധരൻ്റെ പോർട്രേറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കലാകാരിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ കുട്ടിയെ. അപ്പം നമുക്ക് പോർട്രേറ്റിലോട്ട് പോവാം. ആദ്യമേ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയർ തൊട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഹെയർ കഴിഞ്ഞതിന് ശേഷം ഹെയറിൻ്റെ അത് വെച്ചാൽ ഓരോന്ന് വളരെ വ്യക്തമായിട്ട് സസൂക്ഷ്മം നോക്കി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെയർ കഴിഞ്ഞാൽ പിന്നെ ആ നെറ്റിത്തടത്തിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ച് ഒരു ലൈൻ ഇട്ടേക്കണം. അതായത് നമ്മൾ ഈ ഐബ്രോ വരയ്ക്കാനായിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു കണ്ണിൻ്റെയും അതുപോലെ തന്നെ ലൈൻ അനുസരിച്ചാണ് ആ ഒരു ഷേപ്പ് നോക്കിക്കൊണ്ട് നമ്മൾ കറക്റ്റ് ആ ഷേപ്പ് ആ ഒരു ലൈനിൽ വരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു നോസും ഇതുപോലെയാണ്. ആദ്യമേ നമ്മൾ ഈ ലൈൻസുകൾ, അതായത് അളന്ന് വരയ്ക്കുന്നതിൽ ബെറ്ററാണ് നമ്മൾ നോക്കി ഡയറക്റ്റ് ത്രൂലി അത് നോക്കി അതേപോലെ വരച്ച് ഈ അത്യാവശ്യം വേണ്ടുന്നിടത്ത് മാത്രം ലൈനിട്ട് ഔട്ട്ലൈൻ ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുന്നതിന് അളന്ന് വരച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ പഠിക്കുന്നതിൽ ബെറ്ററായിട്ടാണ് നമ്മൾ മുൻപേ തന്നെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് മുകൾ ഭാഗം തൊട്ടേ ഔട്ട്ലൈൻ ഇട്ട് അതുപോലെ തന്നെ ആ ഒരു കണ്ണിനും മൂക്കിനും ചുണ്ടിനും മാത്രം ഒരു കറക്റ്റ് ലൈൻ നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്യാതെ വരയ്ക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് പോണത്. ഈ കണ്ണും മൂക്കും അതുപോലെ തന്നെ ആ ഒരു ഐബ്രോവും കഴിഞ്ഞ് ഔട്ട്ലൈൻ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൈൻ അങ്ങ് റബ്ബ് ചെയ്ത് കളയുക. അതിന് ശേഷമാണ് എവിടെയൊക്കെയാണോ പെൻസിൽ ഷെയ്ഡ് വേണ്ടുന്ന ഭാഗത്ത് വേണ്ടുന്നവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യണമെന്നില്ല. പെൻസിൽ ഷെയ്ഡ് ചെയ്യാതെ ആയിരുന്നു ഞാൻ ചെയ്യുന്നത്. ഇത് വീഡിയോയ്ക്ക് ആയിട്ട് ഞാൻ ഷെയ്ഡ് ഇട്ട് അതിൻ്റെ മുകളിലാണ്. അപ്പം ഷെയ്ഡ് ഉള്ളിടത്തോട്ട് ചെയ്യുന്നവർക്ക് ആ ഒരു ഡാർക്ക് കളർ നമ്മൾ ചെയ്തു പോയാൽ മതി. ബോഡി കളർ ഓൾറെഡി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൂടാതെ ബോഡി കളർ നമുക്ക് ചെയ്തും എടുക്കാം. ഓറഞ്ച് പ്ലസ് വൈറ്റോ അല്ലെങ്കിൽ ബ്രൗൺ പ്ലസ് വൈറ്റോ, ബ്രൗൺ ഓറഞ്ച് പ്ലസ് വൈറ്റോ, അല്ലെങ്കിൽ യെല്ലോ ബ്രൗണും, അങ്ങനെ പല സ്കിൻ ടോൺസുകൾ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കറക്റ്റ് ബോഡി കളറിന് ഓറഞ്ച് പ്ലസ് വൈറ്റ് അത് നമുക്ക് ബോഡി കളറായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിൻ്റെ ലൈറ്റ് കളർ ആദ്യമേ നമ്മൾ വാഷ് ചെയ്ത് അതിന് ശേഷം ഡാർക്ക് ഇടേണ്ടത് ആ ഒരു ബോഡി കളർ പ്ലസ് ഒരു ലിറ്റിൽ റെഡ് ഇട്ടതാണ് ആ ഒരു സൈഡിൽ. നമുക്ക് എവിടെയൊക്കെ ഷെയ്ഡ് തോന്നുന്നു അവിടെയൊക്കെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞത്. അതിനുശേഷം ആ ഒരു വൈറ്റ് ഇട്ടപ്പം കണ്ട ആ ഒരു പ്രതലത്തിൽ നിന്ന് അത് 3D എഫക്റ്റോടുകൂടി നമ്മൾ ആ ഒരു ഷെയ്ഡ് ഇടുമ്പോഴാണ് ഒരു 3D എഫക്റ്റോടുകൂടി അതിങ്ങനെ ഓരോ ഭാഗങ്ങളും അതായത് ഉയർന്നു വരുന്നത്. പൊന്തി നിൽക്കത്തക്ക വിധത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ആ നമ്മൾ ലയിപ്പിച്ചെടുക്കുന്ന ആ ഒരു ഷെയ്ഡ് ചെയ്താലും മതി. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഒരു ഒരു പെർഫെക്റ്റ് ആ ഒരു ഫേസ് നമുക്ക് കറക്റ്റ്ലി ആ ഒരു റൗണ്ട് ഷേപ്പിലും ആ ഒരു തുടുത്ത കവിളും അതുപോലെ തന്നെ ആ ഒരു നോസും അതുപോലെ തന്നെ താടി ഭാഗവും ചുണ്ടും കണ്ണുമൊക്കെ ഓരോ ഭാഗവും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഷെയ്ഡ് ഇടുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ പ്ലെയിനായിട്ട് നമ്മളൊരു പേപ്പറിൽ വെറുതെ ഒരു ഔട്ട്ലൈൻ വരച്ച് ഷെയ്ഡ് ഇടാതെ ആകുമ്പോൾ വെറുതെ ഒരു ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നതായിട്ടേ തോന്നും. അത് ഒരു ചെറിയ ഒരു ഷെയ്ഡോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് 3D എഫക്റ്റോടുകൂടി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഒരു വൈറ്റ്, അതായത് വൈറ്റ് നിലനിർത്തി വേണമെങ്കിലും ഷെയ്ഡ് ചെയ്ത് പഠിക്കാം. അല്ലാതെ വൈറ്റ് നമുക്ക് ലാസ്റ്റ് അക്ലിക് കളർ എന്ന ബെസ്റ്റ് കളർ തന്നെയാണ്. ഒരു പ്രാവശ്യം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. കറക്റ്റ് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കളർ ചെയ്ത് തിരുത്തി കൊണ്ട് പോകാനുള്ളൊരു ഒരു എബിലിറ്റി ഈ ഒരു കളറിനുണ്ട്. എനിക്ക് ആ ഒരു ഓയിൽ പെയിൻറ്റിങ് കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ അക്ലിക് കളർ. അതായത് ഫാബ്രിക് കളർ തന്നെയാണ്, അതിൻ്റെ കൂടിയതാണ് അക്ലിക് കളർ. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ്ലി ഞാനിപ്പോൾ ഓയിൽ പെയിൻറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ ഈ അക്ലിക് കളർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് അപ്പോൾ കറക്റ്റ് നമുക്ക് ഷെയ്ഡുകളെല്ലാം എടുക്കാം. ആദ്യമേ നമ്മൾ ആ ഒരു ഹെയറിന് നമ്മൾ ബ്ലാക്ക് പ്ലസ് ബ്രൗൺ ലേശം ഇടേണ്ട കാര്യമില്ല. കാരണം ആ പിക്ചറിൽ വലിയ പിക്ചറും കൂടി നോക്കി വേണം നമ്മളിത് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽറ്റിയാണ് നമുക്ക് എല്ലാം കറക്റ്റ്ലി നമുക്ക് ലൈവായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റാതെ. ഈ ഒരൊറ്റ മൊബൈലിലാണ് ഞാനിത് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ ഇട്ടതിന് ശേഷമാണ് കണ്ടില്ല ഒരു വൈറ്റ് പ്ലസ് ലിറ്റിൽ ബ്ലാക്കാണ് ആ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഓരോ മുടിയുടെ നാരായിട്ട് തന്നെ നമുക്ക് 0 പോയിൻ്റ് ബ്രഷ് വെച്ച്
ലൈനായിട്ട് തന്നെ നമുക്ക് വരച്ച് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ആ ഒരു മുടിയിലും കാണിക്കാം, ആ ഒരു പിരികക്കൊടിയിലും എല്ലായിടും. നമുക്ക് ആ ഒരു 0 പോയിൻറ്റിൻ്റെ ബ്രഷ് ഉണ്ടെങ്കിൽ ഓരോ ലൈനും നമുക്ക് ഓരോ മുടിയുടെ നാരിഴകളായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. നാരിഴകളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലെയാണ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു പോർട്രേറ്റ് എന്നല്ല, ഒരു ഏതൊരു മോഡൽസുകൾ, ഇവ ബക്കറ്റോ ഏത് തന്നെ ആയാലും തന്നെ നമ്മളത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിട്ട് തന്നെ എടുക്കാൻ അത് പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു 3D എഫക്ഷൻ കിട്ടും. വെറുതെ നമ്മൾ ഒറ്റ കളർ ചെയ്യരുത്. സ്റ്റാർട്ടിങ് ചെയ്ത് നമ്മൾ ആ ഒരു ഷെയ്ഡിലോട്ട് തന്നെ പഠിച്ചു വരണം. കുറേ മിസ്റ്റേക്സുകൾ നമുക്ക് വരും. നമ്മളൊക്കെ ഇതിൽ വളരെ പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഈ പോർട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ചെയ്യുന്നത്. ഒരു 4-5 പേപ്പേഴ്സുകൾ ഞാൻ ചേഞ്ച് ചെയ്ത് എന്നാലും ഞാൻ ആ ഒരു പിക്ചർ ഞാൻ വിടത്തില്ലായിരുന്നു. ലാസ്റ്റ് വരെ ഞാനത് എഫേർട്ട് എടുത്ത് കറക്റ്റ് ആ ഫേസ് ഞാൻ ചെയ്തെടുക്കുമായിരുന്നു. അത് അങ്ങനെ ഒരു കോൺഫിഡൻറ്റോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം. കാരണം ഒരുപാട് പേര് ഈ പോർട്രേറ്റ് ചെയ്തിട്ട് പറ്റാതെ ആകുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് അങ്ങ് വിട്ടുകളയാതെ ഒരിക്കലും ചെയ്ത് നമ്മൾ എത്ര ചെയ്യുന്തോറും നമുക്കത് നമ്മുടെ കയ്യിൽ വഴങ്ങിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെയാണ് ആ ഒരു ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല ഒന്നും ഒരു കാര്യവും പറ്റാത്തതായിട്ടില്ല. നമ്മൾ ശ്രമിക്കും തോറും അത് നമ്മുടെ കയ്യിൽ വഴങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്ത് നമ്മളത് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരും. ഇനി ആ ഒരു വയലിൽ ഇടുന്ന കളറാണ്. ആദ്യമേ നമ്മൾ ഫ്ലാറ്റ് കളറായിട്ട് ചെയ്ത് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അതിനൊരു ഷെയ്ഡ് കൊടുത്തെടുക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫേസിനും അതുപോലെയാണ്. ഒറ്റ കളറിൽ നമ്മൾ കളർ വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് ആ ഓരോ ഷെയ്ഡ്, അത് നമ്മൾ ആ ഒരു പിക്ചർ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പിക്ചറിൽ നോക്കിക്കൊണ്ട് കറക്റ്റ് അണുവിട, അതായത് ഒരു വ്യത്യാസം കൂടി പോലുമില്ല, കുറച്ച് വ്യത്യാസം പോലും ഇല്ലാതെ നമ്മളത് ചെയ്തെടുക്കാൻ പരമാവധി നമുക്കത് ശ്രമിക്കാൻ പറ്റും. നമ്മൾ പറ്റിയില്ലെങ്കിൽ നമുക്ക് ശ്രമിക്കണം, അത് തീരുന്നത് വരെ നമുക്ക് ശ്രമിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ഓരോന്ന് ആ കണ്ണ്, മൂക്ക്, ചുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമേ ആ ഒരു ചുണ്ടാണ് കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ചുണ്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചുണ്ടിനെന്ന് വെച്ചാൽ അതിൻ്റേതായ കളറും അതിൻ്റേതായ ഷെയ്ഡും ഒരു വ്യത്യാസം പോലും ഇല്ലാതെ തന്നെ ചെയ്തെടുത്താലേ കറക്റ്റ് ഫോമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ ഗംഗക്കുട്ടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അതൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്.